നമസ്കാരം. ഒളിവിലിരുന്നു കൊണ്ട് പോലീസിനും ഭരണകൂടത്തിനുമെതിരെ തുടർച്ചയായി ഭീഷണി മുഴക്കുന്ന കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അർജുൻ ആയങ്കിയുടെ പ്രസ്താവനകളിൽ കടുത്ത നിലപാടുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആയങ്കിയെ വെടിവെച്ചു കൊല്ലാൻ തങ്ങൾ യാതൊരു ഉത്തരവും നൽകിയിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. റൌഡികൾ പലതും വിളിച്ചു പറയും, അതൊന്നും സർക്കാർ ഗൗനിക്കുന്നില്ല എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളുടെ വാക്കുകൾക്ക് അനാവശ്യ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ അർജുൻ ആയങ്കിയെ കീഴടക്കാൻ ആയുധം വേണമെങ്കിലും ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അർജുൻ ആയങ്കി സമാനമായ ആശയം പങ്കുവയ്ക്കുന്ന സിനിമാ ഡയലോഗ് അടക്കം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായൊക്കെ ഇട്ടിരുന്നു. സാഗർ ഇലിയാസ് ജാക്കിയിലെ മോഹൻലാലിൻ്റെ ഡയലോഗ് അടക്കം പറഞ്ഞുകൊണ്ടാണ് അന്ന് പ്രതികരിച്ചത്. എന്തായാലും പോലീസിന് പ്രവർത്തിക്കാൻ പോലീസിൻ്റെതായ വ്യക്തമായ ശൈലിയും രീതികളും ഉണ്ടെന്ന് ആഭ്യന്തരമന്ത്രി എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇത്തരം കുറ്റവാളികൾക്കെതിരെ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഒളിവിലായ പ്രതി അർജുൻ ആയങ്കിക്കായുള്ള തെരച്ചിൽ വിവിധ ജില്ലകളിലും സംസ്ഥാന അതിർത്തികളിലും പോലീസ് ശക്തമായി തുടരുകയാണ്. അതിർത്തി കടന്ന് ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം പ്രത്യേക തെരച്ചിൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രതി സഞ്ചരിച്ച വാഹനം പാലിയേക്കര ടോൾ പ്ലാസ കടന്നുപോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇതിനോടകം തന്നെ കേരള സംസ്ഥാന അതിർത്തി കടന്ന് പുറത്തുപോയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് നിഗമനം. ഒളിവിലിരിക്കുമ്പോഴും ഇയാളുടെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരം വരുന്ന പോസ്റ്റുകളെക്കുറിച്ചും പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ കുറിപ്പുകൾ അർജുൻ ആയങ്കി തന്നെ നേരിട്ടിടുന്നതാണോ അതോ ഇയാളെ സഹായിക്കുന്ന മറ്റാരെങ്കിലും അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതാണോ എന്നാണ് സൈബർ സെൽ നിരീക്ഷിക്കുന്നത്. പോലീസിന്റെ ബലം മുറുകുമ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള വെല്ലുവിളികളും അഹങ്കാര പ്രകടനങ്ങളും ആയങ്കി തുടരുകയാണ്. തങ്ങളെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണെന്നും മുട്ടിന് താഴെ വെടിവെച്ചാലും ഞങ്ങൾ മുട്ടുകുത്തില്ല എന്നുമാണ് വെള്ളിയാഴ്ച രാത്രിയിൽ ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. പോലീസിനെയും നിയമവ്യവസ്ഥയും പരിഹസിച്ചുകൊണ്ടുള്ള ഇയാളുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾക്ക് താഴെ പിന്തുണയുമായി നിരവധി പേർ എത്തുന്നതും ഗുരുതര വിഷയമായി പോലീസ് കാണുന്നുണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയുടെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സും വർദ്ധിക്കുന്നുണ്ട്. കുറ്റവാളികളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അക്കൗണ്ടുകൾ എന്തായാലും നിരീക്ഷണത്തിലാണ്. ഗുണ്ടാത്തലവന്റെ സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളികൾക്ക് പിന്നാലെ ഇയാളെ എത്രയും വേഗം വലയിലാക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒടുവിൽ കഴിയാൻ സഹായിച്ചവരെയും സംരക്ഷണം നൽകുന്നവരെയും കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. ഏത് നിമിഷവും ഇയാൾ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഹൈടെക് സൈബർ മാർഗങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രതിയെ പിടികൂടാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് ജാഗ്രത തുടരുകയാണ്. എന്തായാലും അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അർജുൻ ആയങ്കിയെ ഒളിവിൽ താമസിപ്പിക്കാനോ അല്ലെങ്കിൽ സംരക്ഷണം നൽകാനോ സാധ്യതയുള്ള ആളുകളെയും മുൻകരുതലായി പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ നിരവധി ആളുകളെ പോലീസ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരങ്ങളുള്ളത്.